ഇപ്പോഴും തുറന്നിരിക്കുക തന്നെയല്ലേ? ഇപ്പോഴും മജിസ്ട്രേറ്റ് അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മറ്റു കേസുകളൊന്നും ഇപ്പോൾ പരിഗണിക്കുന്നില്ലല്ലോ. അഭിഭാഷകർ അവിടെയുണ്ടോ ഹോസ്ദുർഗ് കോടതി പരിസരത്ത്? അരുൺകുമാർ, കാര്യമായ അഭിഭാഷകരില്ല, മറ്റു കേസുകളൊന്നുമില്ല. 5 മണി സമയത്ത് തന്നെ ആ കോടതി പരിഗണിക്കേണ്ട മറ്റ് കേസുകളെല്ലാം പരിഗണിച്ച് കോടതി സമയം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പിരിഞ്ഞതാണ്. അതിനുശേഷമാണ് മജിസ്ട്രേറ്റ് ഇവിടെ തുടർന്നത്. അത് ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഇപ്പോൾ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തുറന്നിരിക്കുന്നത് അസാധാരണമായ ഒരു കാര്യമല്ലേ? സാധാരണ മറ്റേതെങ്കിലും തരത്തിൽ കേസുകൾ പരിഗണിക്കുകയോ അത് നീണ്ടുപോവുകയോ ചെയ്യുമ്പോൾ അങ്ങനെ കാണാം. പക്ഷേ 5 മണിക്ക് ശേഷവും അഭിഭാഷകരാരുമില്ല, കേസൊന്നും പരിഗണിക്കുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ, അറസ്റ്റ് പെറ്റീഷൻ തള്ളിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഈ കോടതിയിൽ കീഴടങ്ങിയാൽ എന്താണ് അടുത്ത പ്രൊസീജിയർ? അത് കീഴടങ്ങാതിരിക്കാൻ വേണ്ടി SIT വല വിരിച്ചു, ആ വലയിൽ വീണു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞിട്ടും കോടതിയിൽ പ്രതി വന്ന് കീഴടങ്ങിയാൽ പിന്നീട് എന്താണ് സംഭവിക്കുക? അതുകൊണ്ടായിരിക്കുമോ, ഈ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ മജിസ്ട്രേറ്റ് അവിടെ തുടരുന്നത് ഹോസ്ദുർഗ് കോടതിയിൽ? ഡോക്ടർ അരുൺ, ഇതിൽ ഒരു കാര്യം തീർച്ചയാണ്. അതായത് ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഒന്നാമത്തെ കാര്യം, കോടതി ഈ സമയത്തും പ്രവർത്തിക്കുന്നത്, തുറന്നിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് മജിസ്ട്രേറ്റ് കോടതി. സ്വാഭാവികമായും പോലീസ് ഇതിന്മേലൊരു ഇൻഫർമേഷൻ, അതായത് ഒരു വിവരം കോടതിക്ക് നൽകിയിട്ടുണ്ടാവണം. ഒരു പ്രതിയെ ഹാജരാക്കാനുണ്ട് എന്ന കാര്യം പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ടാവണം, മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിലാണ് അസാധാരണമായ സാഹചര്യത്തിൽ ഓഫീസ് ടൈം കഴിഞ്ഞും കോടതി സമയം കഴിഞ്ഞും അധികരിച്ചും ഒരു കോടതി തുറന്നിരിക്കുന്ന, ഒരു പ്രതിയെ ഹാജരാക്കേണ്ടുന്ന അത്യാവശ്യ ഘട്ടത്തിലാണ് അങ്ങനെ തുറന്നിരിക്കുന്നത്. അതായത് അങ്ങനെ തുറന്നിരിക്കാൻ പോലീസ് അത്തരമൊരു ആവശ്യം കോടതിക്ക് നൽകിയിട്ടുണ്ട്, ലേസൺ ഓഫീസർ വഴി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നാണ്. കസ്റ്റഡിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അല്പസമയത്തിനുള്ളിൽ ഈ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഈ കാസർഗോഡിന്റെ സമീപ പരിസരത്ത് നിന്ന് എവിടെ നിന്നോ വൈകുന്നേരത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഇന്ന് രാവിലെ മുതൽ തന്നെ സർവൈലൻസിലായിരുന്നു, വൈകുന്നേരത്തോടുകൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാനാണ് ശ്രമം. ഈ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കുക. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എവിടെ നിന്നാണോ കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിന് ഏറ്റവും അടുത്ത മജിസ്ട്രേറ്റിന് മുന്നിലാണ് ആദ്യം ഹാജരാക്കേണ്ടത്. അതാണ് ക്രിമിനൽ നടപടിക്രമം. അങ്ങനെ ഈ കോടതി സമയം അവസാനിച്ചു കഴിഞ്ഞാൽ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കുന്ന രീതിയുണ്ട്. ഇതിപ്പോൾ ജഡ്ജി മടങ്ങിയെത്തി അവിടെ തുടരുന്നു എന്നുള്ളത് അതിലൊരു അസ്വാഭാവികതയുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണല്ലോ സാധാരണഗതിയിൽ കോടതിയിൽ ഹാജരാക്കുക. അങ്ങനെ തന്നെയാണ് സ്മൃതി. ഇതിലൊരു കാര്യം, അതായത് ഇത് മജിസ്ട്രേറ്റിന്, അതായത് തുറന്ന കോടതിയിൽ പരിഗണിക്കണോ അതോ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുവന്നാൽ മതിയോ എന്നതൊരു മജിസ്ട്രേറ്റിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് ആ മജിസ്ട്രേറ്റ് നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോടതിയിൽ കൊണ്ടുവന്നാൽ മതി, ഞാൻ അവിടേക്ക് എത്താം എന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് പ്രതിയെ, കസ്റ്റഡിയിലുള്ള പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കും. ഇത് വസതിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, കോടതിയിൽ എത്തിച്ചാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് മജിസ്ട്രേറ്റ് കോടതി നൽകിയിട്ടുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കേണ്ടുന്ന മജിസ്ട്രേറ്റ് കോടതി എന്നത് നേമം പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷൻ അധികാര പരിധിയുള്ള തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതിയാണ്, വഞ്ചൂർ പരിസരത്തെ മജിസ്ട്രേറ്റ് കോടതിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തുകൊണ്ട് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു എന്നാൽ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിസരത്ത് നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം അവിടെ ഹാജരാക്കും, സ്വാഭാവികമായും കസ്റ്റഡിയിലാണ് എന്നത് വരുത്തും. അങ്ങനെ ആ കസ്റ്റഡി രേഖപ്പെടുത്തിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് ഈ പോലീസ് ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും എന്നത് ഉറപ്പാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മടങ്ങും, പുലർച്ചെ ഇവിടെ എത്തുക. സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അതൊരു പക്ഷേ ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കോടതിയിൽ എത്തിച്ചതിന് ശേഷം ആ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഒരു നിമിഷം ശ്യാം, ഇപ്പോൾ TV പ്രസാദ് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന് ഇപ്പോൾ കൊടുക്കാറായിട്ടില്ല എന്ന് തന്നെയാണ്.
എന്നാൽ നിർണായകമായ വിവരം അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരെ എത്തിക്കും. അതായത് വലയിലാണ്, കസ്റ്റഡിയിലെടുത്തു. അതായത് ഒരു പക്ഷേ ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അവിടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ വാർത്ത നൽകാൻ സാധിക്കും. നിലവിൽ കസ്റ്റഡിയിൽ എന്ന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, പക്ഷേ കൃത്യമായി പോലീസിന് സൂചനകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്ദുർഗ് കോടതിയോട് ഇപ്പോൾ പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിടികൂടിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹോസ്ദുർഗ് കോടതിയിലേക്കായിരിക്കും കൊണ്ടുവരിക. അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ ഉണ്ട്, യുവമോർച്ച പ്രവർത്തകരുണ്ട്. പക്ഷേ വലിയ പോലീസ് സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്, വലിയ പോലീസ് സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. പഴുതടച്ച അന്വേഷണമായിരുന്നു. 8ാം നാളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിടി വീഴുമ്പോൾ പഴുതടച്ചൊരു അന്വേഷണം. പക്ഷേ അതിനെയും വെട്ടിച്ചു കടന്ന വലിയ സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കർണാടകയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. അവിടെ പ്രാദേശിക സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരുന്നു. MLA യുടെയും യുവ നേതാവിന്റെയും സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു, സഹായം കിട്ടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും